ഇത്ര ക്യൂട്ടായിട്ടുള്ള നോട്ട്സും സ്റ്റാമ്പ്സും അതേപോലെ സ്റ്റിക്കേഴ്സും ഫിലിംസൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ ഇന്ന്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് സജു. ഇന്ന് നമുക്കിതൊക്കെ പാടെ എങ്ങനെയാണ് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രിപ്പ് പോലെയൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. നമ്മുടെ എത്രയാണോ നമുക്ക് വിഡ്ത്ത് വേണ്ടത്, എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണം, അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് സ്റ്റാമ്പ് പോലെ കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്ര സ്റ്റാമ്പ്സ് വേണം, എത്ര വിഡ്ത്ത് വേണം, എത്ര ലെങ്ത്ത് വേണം വെച്ചിട്ട്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ട്രേസ് ചെയ്തെടുത്തുക്കുന്നു ഏതൊക്കെ പിക്ചേഴ്സ് വേണമെന്നുള്ളത്. ഞാനൊരു കവായി തീമിലായതുകൊണ്ട് ഏറെക്കുറെ എല്ലാതും ഒരു പിങ്ക്, ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പ്രിൻറ്റ് വേണോ, എങ്ങനെ വേണോ എന്നുള്ളത് നിങ്ങൾ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഏറെക്കുറെ എല്ലാ ടൈപ്സുള്ള സ്റ്റാമ്പ്സും നമുക്ക് കിട്ടും. എന്നിട്ട് അത് ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പേസ്റ്റൽ ഷെയ്ഡ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് അക്രിലിക് പെയിൻറ്റ്സും വെച്ച് യൂസ് ചെയ്തിരിക്കും. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഔട്ട്ലൈൻ ചെയ്താലേ ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ. അപ്പോഴേക്കും മേലെ വരച്ച സ്ട്രോബെറി ഏറെക്കുറെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ലീവ്സും അതേപോലെ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു ബ്ലാക്ക് പെന്ന് കൊണ്ട്. പിന്നെ ഇത് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തു പെയിൻറ് കൊണ്ട് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ പിക്ചർ ഒന്നും കൂടി ഒന്ന് എടുത്ത് കാണിക്കും. പിന്നെ അടുത്തത് ഞാനൊരു ബ്ലൂ തീമാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലൂ കളർ ഗ്രിഡ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 2 ചെറി ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറി ഇതേപോലെ ഞാൻ ആക്രിലിക് പെയിൻറ് കൊണ്ടാണ്, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണല്ലോ. അപ്പോൾ അതും പിന്നെ 2 ലീവ്സും വരച്ചു കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളർ കൊണ്ട്. പിന്നെ അതിന് ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഒരു തണ്ടും വരച്ചു കൊടുത്തു. അപ്പോൾ അത് സെറ്റായി. ഇനി അടുത്തത് ഞാനൊരു വേറൊരു ടൈപ്പ് സ്റ്റാമ്പാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓവൽ ഷേപ്പുള്ള സ്റ്റാമ്പ്. അപ്പോൾ ആദ്യം സെൻറ്ററിലൊരു ടുലിപ്പ് വരച്ചു കൊടുത്തു. അതിൻ്റെ ചുറ്റുപാടും ചെറുതായിട്ട് ഡോട്ട്സ് വരച്ചു കൊടുത്തു. പിന്നെ ഞാനത് ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ ചുറ്റുപാടുള്ളതൊരു ഓവൽ ഷേപ്പ്, അതിൻ്റെ അറ്റം അങ്ങനെ അത്ര കറക്റ്റായിട്ടല്ല, ഇങ്ങനെ കേവായിട്ട് വരച്ചാൽ ഒന്നും കൂടി ഒരു അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഞാനൊരു സൺഫ്ലവറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് ചെറുതായിട്ട് പാളിക്കണം. അതായത് ഇതിൻ്റെ ഷെയ്ഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മിക്സായി. അടുത്തത് ഞാനൊരു ബോഹോ പ്രിൻ്റ് ആയിട്ടാണ് വരച്ചു കൊടുത്തത്, ഒരു ഗ്രീൻ കളറ്. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണുള്ളൂ. എന്നിട്ട് ഞാൻ എല്ലാതും ഒന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നത് ഞാൻ ചെയ്യാൻ മറന്നതാണ്. നിങ്ങൾ ഒപ്പം ചെയ്തു പോരുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ എല്ലാതും അതേപോലെ ഒന്ന് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കർവായിട്ട് വരുന്നൊരു കത്രിക ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ കുഴപ്പമില്ല, സാധാ നോർമൽ കത്രിക കൊണ്ട് ഇങ്ങനെ സിഗ്സാഗായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തത് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ 6 സ്റ്റാമ്പാണ് ഉണ്ടാക്കിയത്. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റിക്കർ ആക്കുക എന്നുള്ളത് കഴിഞ്ഞ സ്റ്റിക്കർ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് സെല്ലോ ടാപ്പ് എടുക്കുക, സെല്ലോ ടാപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇനി അടുത്ത ഉണ്ടാക്കാൻ നമുക്ക് ഫിലിംസ് ഉണ്ടാക്കാം. ഫിലിംസ് ഉണ്ടാക്കാൻ ഒരു സ്ട്രിപ്പ് എടുക്കുക, 3ആയിട്ട് കട്ട് ചെയ്യുക. അത് നമ്മൾ ആ ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്യുമ്പോൾ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഗ്രിഡ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക, കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ 3 ഉണ്ടാക്കുന്നത്. 3 പേസ്റ്റൽ ഷെയ്ഡ്സിൽ തന്നെ ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു ക്യൂട്ട്നെസ് കിട്ടും, അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് ടച്ചൊക്കെ പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അടുത്തത് നമുക്ക് നോട്ട്സ് ഉണ്ടാക്കാം. നോട്ട്സ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നോട്ട്സ് നമ്മൾ ജേർണലിങ്ങിൽ മാത്രമല്ല യൂസ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോട്ട്സിൽ എഴുതി ഒട്ടിക്കണ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ചും കൂടി ഒരു ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസാണ് യൂസ് ചെയ്യുന്നത്. അതും നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം ട്രേസ് ചെയ്തെടുത്തു, പിന്നെ കളർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടി. പിന്നെ കട്ട് ചെയ്യുക, നേരത്തെ പോലെ സെല്ലോ ടാപ്പിൽ ഒട്ടിച്ചു വെക്കുക, അതും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ സാധനം സിമ്പിളാണ്. പിന്നെ ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഷീറ്റില്ലേ, അതിലൊട്ടിച്ചാലും മതി. അടുത്ത നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കൺമിഷയുടെ ഒരു അടപ്പാണ് എടുത്തുക്കണം. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ചിട്ടുള്ള ഒരു അടപ്പെടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് റൗണ്ട് ചെയ്യുക. അല്ലെങ്കിൽ കോമ്പസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ എളുപ്പപ്പണിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കളർ കൊടുക്കണ്ട, ഒരു പകുതി നമ്മൾ കളർ കൊടുക്കുക. എപ്പോഴും നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടും നമുക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ചെറിയ ഫ്ലവേഴ്സ്, ലീവ്സ്, അങ്ങനെ കുറച്ച് പാറ്റേൺസ് വരയ്ക്കുക. പിന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ട് സെല്ലോ ടാപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.